പ്രായത്തിൽ തന്നെ ഒരു സർജറി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പിന്നെ നടക്കാനോ ഒക്കെ എങ്ങനെയാണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പം മെഡിസിൻ കഴിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു ആരോഗ്യപരമായ ഡയറ്റ് ഉണ്ട്, നല്ലൊരു മസാജിങ് ഉണ്ട്, ഹെൽത്ത് ക്ലാസ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ നല്ല ഭക്ഷണം, പിന്നെ ഓരോരുത്തരും എങ്ങനെയാണ് ഒരു ചിട്ടയായ ജീവിതം നയിക്കേണ്ടതെന്നെ കുറിച്ച് നമുക്കൊരു അറിവ് കിട്ടും. 7 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല മാറ്റം ഉണ്ടായി. ഇപ്പോൾ ഞാൻ നിലത്തിരിക്കും. ചികിത്സാ രീതിയല്ല, നമ്മളിപ്പോൾ ഒരു അസുഖം വന്നതിന് ശേഷം പിന്നെ അലോപ്പതി അല്ലെങ്കിൽ ഒത്തിരി ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി ചികിത്സാ രീതി ചെയ്ത് മുന്നോട്ട് പോയി ബുദ്ധിമുട്ടുന്നതിനേക്കാളും നല്ലത് ഇവിടെ വന്ന് ഒരു പറഞ്ഞിരിക്കുന്ന ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റൽ ജീവിതം ഒന്നും ഇല്ലാണ്ട് അങ്ങ് മുമ്പോട്ട് പോകാൻ പറ്റും. ഇന്ന് നവജീവനത്തിൽ നിന്നും പോകുന്ന ജിഷ റാണി, ചൊറ്റാനിക്കരയിൽ നിന്നുള്ള ജിഷ റാണിയാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ജിഷ, വെൽക്കം. നമസ്കാരം. ഇവിടെ വന്ന് നവജീവനത്തിൽ 1 മാസത്തോളം ഉണ്ടായിരുന്നല്ലേ? തൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ്. ജിഷ, എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇവിടെ വരുന്നതിന് മുമ്പ് എന്തെല്ലാം തരത്തിലുള്ള ചികിത്സയുമായിട്ട് മുന്നോട്ട് പോയി ഈ പ്രശ്നത്തിന് വന്നതിന്, ഇവിടെ വന്നതിന് ശേഷം എന്താണ് വ്യത്യസ്തമായി തോന്നിയത്? എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി വെയിറ്റ് കൂടുതലായിരുന്നു. അതിൻ്റെയും കൂടി ആകാം എന്ന് തോന്നണം. എൻ്റെ മുട്ടിന് ഭയങ്കര പ്രശ്നമായിരുന്നു. മുട്ടിന് വന്ന് നീര് കെട്ടിയിട്ട് അത് നീര് കുത്തിയെടുത്തു, വലിച്ചെടുത്തു. എവിടെ? ഹോസ്പിറ്റലിൽ, ഞാൻ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴായിരുന്നു. അവിടെ നിന്ന് നീര് വലിച്ചെടുത്തു. അവർ സ്റ്റിറോയിഡ് കുത്തിവെച്ചു. എന്നിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഒരു ഓപ്പറേഷനാണ്, ഒരു കീ ഹോൾ സർജറി വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ആ നീര് അങ്ങനെ തന്നെ ഉണ്ട്, നീർക്കെട്ടോടുകൂടിയാണ് എൻ്റെ മുട്ടി ഇരുന്നേച്ചത്. ആ നീർക്കെട്ടുള്ളത് കാരണം എനിക്ക് കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യാനോ ഒന്നും നടക്കാനോ ഒന്നുമില്ല. മേളിൽ കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാം. അപ്പോൾ വീട്ടിൽ അതൊരിക്കലും ബുദ്ധിമുട്ടാണോ എന്ന് വെച്ചാൽ ഒത്തിരി ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കാരണം സ്റ്റെപ്പ് കയറാനോ, ഡോക്ടറും എന്നോട് പറഞ്ഞത് കൂടുതൽ സ്ട്രെയിനായിട്ടൊന്നും ചെയ്യണ്ട, നിരപ്പായ സ്ഥലത്തു കൂടിയൊക്കെ അത്യാവശ്യം നടക്കാം. അപ്പം ഞാൻ നിലത്തൊക്കെ ഇരുന്നും ചമ്പളം പടഞ്ഞിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യണതായിരുന്നു മുമ്പേ. പെട്ടെന്നാണ് ഒരു 8 മാസമേ ആയുള്ളൂ ഇങ്ങനെ അങ്ങ് വന്നിട്ടെ. അപ്പോൾ എനിക്ക് നിലത്തോട്ടൊന്നും ഇരിക്കാൻ പാടില്ല, ഇച്ചിരി ബുദ്ധിമുട്ടായി. അപ്പോൾ വയസ്സെന്ന് പറഞ്ഞാൽ എനിക്കൊരു 42 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരു സർജറി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പിന്നെ നടക്കാനോ ഒക്കെ എങ്ങനെയാണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ നവജീവനത്തിനെ കുറിച്ച് അറിയുന്നത്. യൂട്യൂബിൽ കാണുകയും ഇതിനു മുമ്പ് എൻ്റെ പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മാവൻ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു. പുള്ളി ആസ്മയായിരുന്നേ, അതൊക്കെ മാറി, ആസ്മ മാറി, ബോഡി വെയിറ്റ് കുറേ ഫിസിക്കലി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നതാണ്, അതെല്ലാം മാറി. പുള്ളിയുടെ അനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. അപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ ജീവിതശൈലി തന്നെ നേരെ ഓപ്പോസിറ്റ്. അതായത് വ്യത്യാസമായിരുന്നു ജീവിതശൈലി കൊണ്ട് തന്നെ ഞാൻ ഇനി രോഗിയായി തീരുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് ഒട്ടുമിക്ക ഈ ഒരു ജനറേഷൻ മുഴുവനും ഈ ഒരു ജീവിതശൈലി തുടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 വയസ്സിന് മുന്നേ തന്നെ എല്ലാവരും രോഗിയായി തീരും. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പം മെഡിസിൻ കഴിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു ആരോഗ്യപരമായ ഡയറ്റ് ഉണ്ട്, നല്ലൊരു മസാജിങ് ഉണ്ട്, ബോഡി മസാജിങ് ഉണ്ട്, പിന്നെ ഹെൽത്ത് ക്ലാസ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ നല്ല ഭക്ഷണം, പിന്നെ ഓരോരുത്തരും എങ്ങനെയാണ് ഒരു ചിട്ടയായ ജീവിതം നയിക്കേണ്ടതെന്നെ കുറിച്ച് നമുക്കൊരു അറിവ് കിട്ടും. എങ്ങനെ ഉറങ്ങണം, വെറുതെ ഫുഡ് കഴിക്കുക, തോന്നുമ്പോൾ ഉറങ്ങുക, ഒരു ലൈഫ് സ്റ്റൈലാണല്ലോ എല്ലാവരും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല. ഭക്ഷണം കഴിക്കുന്നതിന് രീതിയുണ്ട്, അതെങ്ങനെ കഴിക്കണമെന്നതിന് രീതിയുണ്ട്, എങ്ങനെ ഉറങ്ങണമെന്നതിന് രീതിയുണ്ട്, എങ്ങനെ വിശ്രമിക്കണമെന്ന് രീതിയുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഓരോ ചിട്ടയും ലൈഫും ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ഇവിടെ വന്നതിന് ശേഷം. വ്യായാമം ഒക്കെ ചെയ്യാൻ പറ്റിയോ? ഇപ്പം ഇവിടെ വന്നതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വന്നപ്പോഴും എനിക്ക് യോഗ ചെയ്യാനായിട്ട്, യോഗ മാറ്റിലോട്ട് ഇരിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കസേരയെ പിടിച്ചൊക്കെ ആയിരുന്നത്. ഒരു 7 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല മാറ്റം ഉണ്ടായി. ഇപ്പോൾ ഞാൻ നിലത്തിരിക്കും. അത്യാവശ്യം ഒരുമാതിരി എല്ലാ യോഗയും ഞാൻ പ്രാക്ടീസ് ചെയ്തു എന്ന് വേണം പറയാം ഈ ഒരു സമയം കൊണ്ടിട്ടെ. അതുപോലെ തന്നെ എനിക്ക് 10 കിലോ വെയിറ്റാണ് എനിക്ക് കുറഞ്ഞത്. അത് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ട് നടക്കാത്തൊരു കാര്യമാണ്. അന്ന് ആ വെയിറ്റ് കുറഞ്ഞു എന്നുള്ളത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുമില്ല. ഒരു ആരോഗ്യപരമായ ഡയറ്റിലൂടെ തന്നെയാണ്
അത് കുറഞ്ഞിരിക്കുന്നത്. അത് കുറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബുദ്ധിമുട്ടിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും എനിക്ക് തോന്നുന്നില്ല. പിന്നെ മസാജിനെ കുറിച്ച് പറയുവാണെങ്കിലും ബോഡി മസാജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ആ മസാജിങ്ങിലൂടെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ പാർട്സും എനിക്ക് തോന്നുന്നു ഈ വ്യായാമത്തിനും യോഗയ്ക്കും വേണ്ടിയിട്ട് വഴക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഒരു വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഡോക്ടർ രമേശ് സാറും വൈഫും ഒക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആണ് വരുന്ന പേഷ്യൻറ്റിനോടും ഒക്കെ. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ ഒരു നവജീവനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു കുടുംബാന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന ഇവിടെ നമ്മുടെ ഒപ്പമുള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ ഡോക്ടർ വൈഫ് ഇവരോടൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫാമിലി അന്തരീക്ഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ നിൽക്കണമെന്ന് നമുക്ക് തോന്നില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം. ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ദിവസം കൊണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം, ഈ രീതിയിൽ ഞാൻ ഇനി ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഒത്തിരി നാൾ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെ, അതെ അങ്ങനെ തന്നെ പോകണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് തൈറോയ്ഡ് പ്രോബ്ലവും പിന്നെ ഷുഗറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷുഗറിൻ്റെ ടാബ്ലറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നോർമലുമാണ്. അതെ. അപ്പം അങ്ങനെ സന്തോഷവതിയായിട്ടാണ് പോകുന്നത്. വളരെ ഉപകാരം. ഇങ്ങനെയുള്ളൊരു നല്ല ആശയവും ഉൾക്കാഴ്ചയും പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ, നമ്മുടെ ഈ യൂട്യൂബ് വാച്ച് ചെയ്യുന്നവരോട്? അല്ലെ, യൂട്യൂബ് വാച്ച് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതേ കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ചികിത്സാ രീതിയല്ല. നമ്മളിപ്പോൾ ഒരു അസുഖം വന്നതിന് ശേഷം പിന്നെ അലോപ്പതി അല്ലെങ്കിൽ ഒത്തിരി ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി ചികിത്സാ രീതി ചെയ്ത് മുന്നോട്ട് പോയി ബുദ്ധിമുട്ടുന്നതിനേക്കാളും നല്ലത് ഇവിടെ വന്ന് ഒരു പറഞ്ഞിരിക്കുന്ന ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം മരുന്ന മെഡിസിന് അല്ല ഹോസ്പിറ്റൽ ജീവിതം ഒന്നും ഇല്ലാണ്ട് അങ്ങ് മുമ്പോട്ട് പോകാൻ പറ്റും. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവരവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ. ഇന്ന് എല്ലാവരും തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിലാണ് നടക്കുന്നത്. ആർക്കും ഒന്നിനും സമയമില്ല. പക്ഷെ അങ്ങനെ സമയമില്ലാണ്ട് പോയിട്ട് പിന്നെ നമ്മൾ രോഗിയായി തീരണേലും നല്ലത് കുറച്ച് സമയം ഇവിടെ വന്ന് ഇതിന് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ നോക്കുക എല്ലാവരും. അപ്പോൾ അതൊരു നല്ല നിക്ഷേപമായിരിക്കും, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. നിങ്ങളുടെ ആരോഗ്യമില്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളൊരു ഉറപ്പ് ജിഷയുടെ ജീവിതത്തിൽ നിന്നും ഈ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ പറഞ്ഞ മാതിരി വീട്ടിൽ നിന്നും അകന്നൊരു വീട്, ഹോം അവേ ഫ്രം ഹോം എന്നുള്ളൊരു പ്രതീതിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മരുന്നോ മറ്റുള്ള കഠിനമായ വേറെ ചികിത്സാ രീതികളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജീവിത രീതി ക്രമീകരിക്കാനുള്ളൊരു സഹായം കൂടി കിട്ടുന്നു. അതിന് നയിക്കാനായിട്ട് ഡോക്ടർ ബിന്ദുവും ഡോക്ടർ രമേശിനുമുണ്ട്. അതെ. ഡോക്ടർ രമേശ് സാറിനെയും ബിന്ദു മാമിനെയും ഞാൻ ഈ നിമിഷം ഒന്നുകൂടി പറയുകയാണ്. അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, അപ്പോൾ പേഷ്യൻറ്റിനോടുള്ള ആ ഒരു അപ്രോച്ച് ഒക്കെ അതിനും കൂടി ഞാൻ ഒരു പ്രത്യേകം നന്ദി ഞാൻ പറഞ്ഞുകൊണ്ട് പറയാം.